സരസ്വതി സ്വാമികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവിടെ ആശ്രമത്തിൽ എല്ലാ കാര്യപരിപാടികളിലും ആധ്യാത്മിക അന്തര്യോഗങ്ങളിൽ മറ്റ് കാര്യപരിപാടികളിലൊക്കെ സ്വാമിജി പങ്കെടുക്കാറുണ്ട്. പരമപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യനാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദാന്ത പ്രചരണം, പ്രത്യേകിച്ച് വളരെ ശക്തമായിട്ട് യൂറോപ്പിൽ വേദാന്ത പ്രചരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്വാമിജിയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സ്വാമിജി ആശ്രമത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഔപചാരികമായി സ്വാഗതമൊന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് എല്ലാവരുടെയും പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. സന്തോഷം. सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां. श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पाद शङ्करं लोकशङ्करं. शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तः पुनः पुनः. ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः. गुगारस्त्वन्द्वकारो वै ऋकारस्तन्निवर्तकः अन्धकारनिरोधित्वात् गुरुरित्यभिधीयते. ॐ श्रीगुरुभ्यो नमः. हरिः ओम. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സെക്ഷനിൽ നമുക്ക് വിചാരം ചെയ്യേണ്ട ശ്ലോകം 5-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക സാധനയെ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തെ സംക്ഷേപമായിട്ട് പൂർണ്ണമായിട്ട് ഒരു ശ്ലോകത്തിലേക്ക് ചുരുക്കി പറയാം. അല്ലെങ്കിൽ എസെൻസ്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു എസെൻസാണ് ഈ ശ്ലോകം. വാസ്തവത്തിൽ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തെ അന്വേഷിച്ചുള്ള നമ്മുടെ സത്യാന്വേഷണമാണ് ആധ്യാത്മിക ജീവിതം. സത്യം എന്താണെന്ന് തിരിച്ചറിയാം. ഈ സത്യത്തെ അന്വേഷിച്ചാണ് എല്ലാവരും പോകുന്നത്, തിരയുന്നത്.
അതെവിടെയാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ആശ്രമത്തിലുണ്ടോ, സത്സംഗത്തിലുണ്ടോ, ഇവിടെയൊക്കെ പോകുന്നത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സത്യമറിയാനുള്ള ഒരു വാഞ്ഛ, ഒരു അഭിലാഷമാണ്. സാധാരണ ഒരു ജീവിതം തുടങ്ങുന്നത് ഈ കാണുന്നതെല്ലാം സത്യമാണെന്നുള്ള വെച്ചാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ഈ കാണുന്ന ശരീരം സത്യമാണ്. എന്താ കാരണം? എനിക്ക് കാണാം. ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം സത്യം. ഇവിടെ നിന്നാണ് നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത്. ഈ സത്യമാണോ? ഇനി സത്യമാണെന്ന് ധരിച്ച് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിലതെല്ലാം നമ്മെ വിട്ടുപോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ട്, വിഷമമുണ്ടാകും. ഈ വിഷമത്തിന് കാരണം എന്താണ്? വിഷമമുണ്ടാവാനുള്ള കാരണം എന്താണ്? ദുഃഖത്തിനുള്ള കാരണം എന്താണ്? വിഷയങ്ങളോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ വിഷയങ്ങളുള്ള ആസക്തി. ആഗ്രഹം കുഴപ്പമില്ല, ആസക്തി. ആ ആസക്തി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിഷയത്തോടാണോ നമുക്ക് കൂടുതൽ സ്നേഹമുള്ളത് ആ വിഷയം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. ഇങ്ങനെ കുറേ കാലം നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വലിയ സുഖമൊന്നും നമുക്ക് കിട്ടുന്നില്ല. എന്ത് സുഖം കിട്ടിയാലും ആ സുഖത്തിലൊക്കെ ഒരു ദുഃഖത്തിൻ്റെ കണിക പോലും ഉണ്ട്. ദുഃഖമിശ്രിതമാണ്. പരിപൂർണമായിട്ട് സുഖം നൽകുന്ന ഒരു വിഷയം ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ലോകത്തിൽ സുഖം ഉണ്ടോ? വാസ്തവത്തിൽ സുഖമുള്ള എന്തെങ്കിലും വസ്തു ഈ ലോകത്തിലുണ്ടോ? നമ്മളെല്ലാവരും പറയും ഇല്ല എന്നൊക്കെ പറയും. വീണ്ടും നമ്മൾ ഈ സുഖമുള്ള വസ്തു ഇല്ല, അല്ലെങ്കിൽ ചില വസ്തുക്കളെല്ലാം ക്ഷണികമായിട്ട് നമുക്ക് സുഖം നൽകുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. നമുക്ക് തോന്നുന്ന, നമുക്ക് സുഖം നൽകുന്ന വസ്തു എല്ലാവർക്കും ഒരേപോലെ സുഖം കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് സുഖം നൽകുന്ന വസ്തു, ആ സുഖം ആ വസ്തുവിലല്ല, നമ്മിലുള്ള സുഖം തന്നെ നമ്മൾ അതിൽ ആരോപിച്ചിട്ട് ആ സുഖം നമ്മൾ അനുഭവിക്കുകയാണ്. വളരെ വിശന്ന് വലയുന്ന ഒരു പട്ടി പല സ്ഥലങ്ങളിലും അത് അന്വേഷിച്ചു, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണമൊന്നും കിട്ടാതെ വലഞ്ഞ് അവസാനം അന്വേഷണം ചെന്നെത്തിയത് ഒരു എല്ലിൻ്റെ കഷ്ണം അതിന് കിട്ടി. ഈ എല്ലിൻ്റെ കഷ്ണം കടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലിൽ നിന്ന് രക്തം വരുന്നതായിട്ട് അതിന് തോന്നി. ആ എല്ലിൽ നിന്ന് വരുന്ന ആ രക്തം വളരെ സന്തോഷത്തോടുകൂടി ഈ പട്ടി ഇങ്ങോട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പട്ടിയോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു മാംസ കഷ്ണം കിട്ടിയിരിക്കുന്നു, ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാംസമാണോ? മാംസത്തിൽ നിന്നാണ് രക്തം വരിക, അതുകൊണ്ട് ഇത് മാംസ കഷ്ണം തന്നെയാണ്. നീ കഴിക്കുന്നത് ഒരു എല്ലിൻ കഷ്ണമാണ്, നിൻ്റെ വായിൽ നിന്നുള്ള രക്തമാണ് നീ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവതിന് ഉണ്ടായിരുന്നില്ല. ഇതുപോലെയാണ് നമ്മളെല്ലാം. ഒരു വിഷയത്തോട് നമുക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കുന്ന സമയത്ത് നമുക്ക് താത്കാലികമായിട്ട് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉപരിതലത്തിലില്ല, നമ്മൾ മറന്നു പോകുന്നു. എപ്പോഴെല്ലാം നമുക്ക് സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം കുറേ മറവി നമുക്ക് വരുന്നു. മറവി അതുകൊണ്ട് സന്തോഷത്തിന് കാരണം. മനസ്സിലായില്ലേ? അതുകൊണ്ട്
ഈ മറവിയാണ്, നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള മറവിയാണ് നമ്മുടെ സന്തോഷത്തിനൊരു കാരണം. വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം വരുന്നു. എന്താ കാരണം? ഈ ആഗ്രഹങ്ങളൊക്കെ വീണ്ടും പൊന്തി വന്നിരിക്കുന്നു മനസ്സിൽ. ഇങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നമുക്ക് മടുക്കണം. മനസ്സിലായില്ലേ? ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. താത്കാലികമായിരിക്കുന്ന സുഖത്തെ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ആത്യന്തികമായി എപ്പോഴും നിലനിൽക്കുന്ന, തന്നിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാത്തൊരു സുഖത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സുഖം വിഷയങ്ങളിൽ നിന്നോ പുറമേ നിന്ന് കിട്ടുകയില്ല. അത് തൻ്റെ സ്വരൂപമാണ് എന്നുള്ളൊരു ധാരണ. മനസ്സിലായി? ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത് ശരിയോ തെറ്റോ എന്നറിയില്ല. മനസ്സിലായി? അതിനെന്ത് വേണം? ഇതറിയണമെങ്കിൽ നമ്മൾ ശാസ്ത്രം പഠിക്കണം. വേദാന്ത ശാസ്ത്രം തന്നെ പഠിക്കണം, വെറും ശാസ്ത്രമല്ല. ഈ വേദാന്ത ശാസ്ത്രം പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഒരു യോഗ്യത വേണം. മനസ്സിലായില്ലേ? യോഗ്യതയുണ്ടെങ്കിലേ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ച വിഷയം നമുക്ക് ഫലത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? ഈ കഴുത ചന്ദനം ചുമക്കുന്നത് പോലെയായിരിക്കും. മനസ്സിലായോ? നമുക്ക് അതറിയാം, ഇതറിയാം, ഒക്കെ അറിയാം. നാരായണം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഭാഗവതം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഭഗവത്ഗീത കഴിഞ്ഞിരിക്കുന്നു, 8 ഉപനിഷത്ത് കഴിഞ്ഞ് 2 ഉപനിഷത്തും കൂടിയുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നും. മനസ്സിലായി? അതല്ല വേണ്ടത്. ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ എസൻസ്. ഇപ്പോൾ ഞാൻ ഈ ലോകത്തെ കാണുന്നു, ഈ കാണുന്ന ലോകം എന്നിൽ നിന്ന് ഭിന്നമാണ് എന്നുള്ളൊരു ധാരണയാണ് നമുക്കെല്ലാം, അല്ലേ? അതാണ്. ഇപ്പം ഞാൻ തൃശ്ശൂരായിരുന്നു, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടെത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് കോഴിക്കോട്ടെത്തിയിരിക്കുന്നു? ഈ ശരീരം എന്നുള്ള തലത്തിലാണ് ഞാൻ കോഴിക്കോടും തൃശ്ശൂരും എന്നുള്ള 2 സ്ഥലങ്ങളിൽ ലിമിറ്റഡായിട്ടിരിക്കുന്നത്. മനസ്സിലായി? ഈ ഒരു സത്യത്തെ അന്വേഷിക്കണമെങ്കിൽ നമുക്കൊരു യോഗ്യത വേണം. ആ യോഗ്യതയാണ് ഇവിടെ യോഗയുക്ത എന്ന് 7-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ ആദ്യമായിട്ട് യോഗയുക്ത. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യത്തെ. വലിയ നമ്മുടെ വേദാന്തമെല്ലാം ഒരു ശ്ലോകത്തിലേക്ക് അങ്ങോട്ട് സമാവേശിപ്പിച്ചിരിക്കുക ഇവിടെ, ഒറ്റ ശ്ലോകത്തിലേക്ക്. എന്താണ് ആദ്യം? യോഗയുക്ത, കർമ്മയോഗയുക്ത. ഇപ്പോൾ സ്വാമിജി കുറേ ഇത്രയും ഇന്നലെയും എന്നെ തുടങ്ങിയത് ഇവിടെ സത്സംഗം മിനിഞ്ഞാന്ന് 23, ഇന്ന് 25, 3 ദിവസമായിട്ട് കർമ്മയോഗം, സന്യാസം, കർമ്മയോഗം. നിങ്ങൾ ഇത് രണ്ടും സന്യാസിക്കേണ്ടതായിട്ട് തോന്നും നമുക്ക്. എന്താണ് കർമ്മയോഗം, എന്താണ് സന്യാസം? സന്യാസമാണോ ശ്രേഷ്ഠം, കർമ്മയോഗമാണോ ശ്രേഷ്ഠം? എല്ലാം കൊണ്ടും സന്യാസം എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താ? വീട്ടിൽ വലിയ പ്രശ്നം. വീട്ടിലെ പ്രശ്നം കൊണ്ട് സന്യാസം എടുത്തു കഴിഞ്ഞാൽ സന്യാസത്തെ സന്യസിക്കേണ്ടി വരും. മനസ്സിലായി? സന്യാസത്തിലേക്ക് ആരെയും നിർബന്ധിക്കുന്നില്ല. ഒരാൾ സ്വയം തീരുമാനമെടുക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ സന്യസിക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഈ സന്യാസം ദീക്ഷയെടുക്കുന്നതിന് മുൻപ് ആ ദീക്ഷയെടുക്കുന്ന വ്യക്തിക്ക് ഇത് തന്നെയാണ് തൻ്റെ ജീവിത ലക്ഷ്യം. എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ സന്യാസം എടുക്കുന്നത്? 2 തരത്തിലാണ് സന്യാസം. ഒന്ന്, അറിയാനായിട്ട് ആഗ്രഹം, വിവിധിഷാ സന്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പലതരത്തിലുള്ള ചുമതലകളുണ്ട്. ഈ ചുമതലകളിൽ നിന്നെല്ലാം വിട്ട് ഇനിയുള്ള ജീവിതം പൂർണ്ണമായിട്ട് ഈ ഒരു എന്താ പറയുക, ജ്ഞാനസാധനയിൽ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുക. അങ്ങനെയുള്ളതിനാണ് വിവിധ. അവിടേക്കും ചില കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൽ. മനസ്സിലായില്ലേ? എന്താ കാരണം ചോദിച്ചാൽ, നമുക്ക് അറിവുണ്ടാവണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണം. ആ യോഗ്യതയ്ക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള അതാണ് ഇവിടെ യോഗയുക്ത, കർമ്മയോഗയുക്ത.
കർമ്മയോഗിയായിട്ടിരിക്കാം. അപ്പോൾ കർമ്മയോഗിയാവണമെങ്കിൽ പലവരും പറയും ആശ്രമത്തിൽ വന്ന്, ഇവിടെ കർമ്മയോഗം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, ഈ കർമ്മയോഗം ചെയ്യാനുള്ള അവസരമുണ്ടോ, എങ്കിൽ ഞാൻ കർമ്മയോഗിയായിട്ട് ഇവിടെ നിൽക്കാമെന്ന് പറയും. അങ്ങനെ ഒരാൾക്ക് കർമ്മയോഗിയാവാനായിട്ട് പറ്റില്ല, മനസ്സിലായില്ല. കർമ്മയോഗി ആവണമെങ്കിൽ അവൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം മോക്ഷമായിരിക്കണം. കർമ്മയോഗം കൊണ്ടൊരിക്കലും മോക്ഷം നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തൂപലബ്ധയേ വസ്തുസിദ്ധി വിചാരേണ നകിഞ്ചിത് കർമ്മ കോടിഭിഹി എന്ന് പറഞ്ഞിരിക്കുന്നു. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നതാണ്, ചിത്തസ്യ ശുദ്ധയേ കർമ്മ. നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? പല വിഷയങ്ങളിലേക്കും പാഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്നെല്ലാം വിടിവിച്ച് ഈ ഒരു ജ്ഞാനസാധനയിൽ മാത്രം നിർത്താനുള്ള ഒരു പ്രയത്നം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ് വിഷയങ്ങളിലേക്ക് പോകുക എന്നുള്ളത്. പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാൻ പശ്യതി ന അന്തരാത്മ കശ്ചിദ്ധീരാഹ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛ. അങ്ങനെ ആവൃത്തചക്ഷു ആവണമെങ്കിൽ, ഒരു അന്തർമുഖനാവണമെങ്കിൽ വിഷയങ്ങളിലുള്ള താല്പര്യം വിഷയം വിഷവത്യജേത് എന്ന് പറയും. മുക്തി മിച്ചത് ഏത്താത. ഓ എൻ്റെ ശിഷ്യ, നിനക്ക് മുക്തിയാണ് വേണ്ടത് എങ്കിൽ വിഷയം വിഷവത്യജേത്, വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വിഷയങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു വരണം. ഈ കുറഞ്ഞു വരണമെങ്കിൽ സത്യത്തോടുള്ള, സത്യം അറിയണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ടാവണം. അതുമാത്രം ദീപ്തശിഖാവത് ജലരാശിയും ഇവ എന്ന് പറഞ്ഞത്. നമ്മുടെ തലയിൽ തീ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയൊന്ന് ഒരു കിണർ കുത്തി വെള്ളം കണ്ടിട്ട് ഇതൊന്ന് കിടത്താമെന്ന് വിചാരിക്കുമോ? എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ തലയിലെ അഗ്നിയെ ശമിപ്പിക്കണം എന്നുള്ളത്. അത് ദീപ്തശിഖ ജലരാശിയും ഇവ, അത്രയും ഒരു തീവ്രത ഒരാളുടെ മനസ്സിൽ വേണമെന്നും. അങ്ങനെ ഒരു തീവ്രതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിഷയങ്ങളോടുള്ള നമ്മുടെ ആഗ്രഹം കുറഞ്ഞു വരുമെന്ന്. ഇനി വിഷയങ്ങളോടുള്ള ആഗ്രഹം കുറയണമെങ്കിൽ നമ്മളൊരു കർമ്മയോഗിയാണെങ്കിലും ഭക്തി ഉപാസനായോഗിയാണെങ്കിലും അല്ലെങ്കിൽ ജ്ഞാനയോഗിയാണെങ്കിലും ദിവസവും ശാസ്ത്രശ്രവണം എന്നുള്ളത് മുഖ്യമായിട്ടുള്ള ഒന്നാണ്. ഈ ശ്രവണമാണ് നമ്മുടെ വൈരാഗ്യത്തെയും സത്യത്തെ അറിയണമെന്നുള്ള ആഗ്രഹത്തെയും തീവ്രമാക്കുന്നത്. ദിവസവും നമ്മൾ ശ്രവിക്കുമ്പോൾ ഈ ലോകവിഷയങ്ങളുടെ നൈമിത്തികതയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും. ഇതെല്ലാം നിമിഷം വന്ന് ഇങ്ങനെ എന്താ പറയുക, മിന്നി മങ്ങിപ്പോകുന്നതാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ വിചാരിക്കും ഞാനാണ്, ഞാൻ കേമനാണ്, ഞാൻ ഇന്ന ആളാണ്, നിങ്ങൾ എന്നെ അറിയില്ല, നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ടതല്ലേ, ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള അഹങ്കാരമുള്ള ആൾക്കാരുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇവരൊക്കെ ഒരു മുട്ടുസൂചി എടുത്ത് ഒരു ബലൂൺ, വീർപ്പിച്ചിരിക്കുന്ന ഒരു ബലൂൺ പ്രിക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ ടക്ക് എന്ന് പറഞ്ഞ് പൊട്ടുന്നത് പോലെയാണ് നമ്മുടെ ജീവിതമെല്ലാം. അപ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഈ ലോകത്തിൽ കുറച്ച് കാലം മാത്രം ജീവിക്കാൻ വന്നിരിക്കുന്ന അതിഥിയാണ്, അല്ലാതെ ഈ ലോകം മുഴുവനും പിടിച്ചടക്കി ഭരിക്കാൻ വന്നിരിക്കുന്ന ഒരു ഭരണകർത്താവല്ല, ഈശ്വരനല്ല. ഈശ്വരൻ എന്ന് പറയുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആൾ, അങ്ങനെ ഒരാളല്ല ഞാൻ എന്ന് മനസ്സിലാക്കി. അഥവാ നമുക്ക് അങ്ങനൊരു യോഗം നമ്മുടെ കർമ്മവശാൽ വന്ന് പെട്ടാൽ തന്നെ
അതിനോടൊരു മമതയില്ലാതെ ചെയ്യാനായിട്ട് പറ്റണം. ജനകാദയ ഇവാന, 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജനകൻ മുതലായിട്ടുള്ളവർ എങ്ങനെയാണോ രാജ്യം ഭരിച്ചിരിക്കുന്നത് അതുപോലെ ഒരു ഒട്ടലുമില്ലാതെ ഇതെൻ്റെ കർത്തവ്യം, ഞാൻ ചെയ്യുന്നു, ഈ ചെയ്യുന്നതാണ് എൻ്റെ ധർമ്മം, അതുകൊണ്ട് മാത്രം ചെയ്യുന്നു എന്നുള്ളൊരു ധാരണയിൽ ചെയ്യാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നിനോടും ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഈ ബന്ധം ഉണ്ടാവാതിരിക്കാൻ നിരന്തരമായിട്ടുള്ള പൗനഃപുണ്യേന ശ്രവണം കുര്യ. അത് ഈ വസ്തു, ഈ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് ഉറയ്ക്കുന്നത് വരെ ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നോളൂ. ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും മടുപ്പുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ല. ചിലർ പറയും ഇതൊക്കെ കേട്ട് ഇതൊക്കെ കുറേ പഠിച്ചതാണല്ലോ, വീണ്ടും ഇത് തന്നെ. വേറെ എന്തെങ്കിലും പറയാൻ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ പറയാനും കേൾക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ TV ഓൺ ചെയ്തോളൂ. മനസ്സിലായി? അവർക്ക് കുറേ കാര്യങ്ങൾ പറയണ്ടാവും. പക്ഷേ ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്നത് ഈ ഒരു ലക്ഷ്യം, കർമ്മയോഗം. കർമ്മയോഗമാണ് ഒരുവനെ ഈ ശ്രവണത്തിന് യോഗ്യനാക്കുന്നത്. മാത്രമല്ല കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്ന ശ്രവണമാണ്. അതുകൊണ്ട് എപ്പോഴാണോ നമുക്ക് സത്യത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കുന്നത്, ആ നിമിഷം മുതൽ ശാസ്ത്രശ്രവണം കേട്ടോളൂ, ശാസ്ത്രം ശ്രവിച്ചോളൂ. ശ്രവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വായിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ശ്രവണം, അല്ലാണ്ട് ഉപനിഷത്ത് ഭഗവത്ഗീത എടുത്ത് വായിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. പഠിക്കാനല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രവിക്കുക, കേൾക്കുക. കേൾക്കുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിത് കേട്ടാൽ മാത്രം മതി. പറയുന്ന ആളുടെയാണ് എല്ലാ ഉത്തരവാദിത്വം. പറയുന്ന ആൾക്കാണ് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. എന്ത് പറയുന്നു, എങ്ങനെ പറയണം, എപ്പോൾ പറയണം, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആരിൽ നിന്ന് ശ്രവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആചാര്യസ്വാമികൾ എന്നെ പറഞ്ഞു, അസമ്പ്രദായവിത്ത് മൂർഖവത്ത് ഉപേക്ഷണീയം സർവശാസ്ത്രവിദോബീന്. ആചാര്യസ്വാമി 2 ഗീതാഭാഷ്യത്തിലും പറയുന്നുണ്ട്, മറ്റു ഉപനിഷത്ത് ഭാഷ്യത്തിലും പറയുന്നുണ്ട്. ആരിൽ നിന്ന് ശ്രവിക്കണം? ആരാണോ ഒരു ഗുരുവിൽ നിന്ന് ശാസ്ത്രം ശ്രവിച്ചിരിക്കുന്നത് അവനിൽ നിന്ന് ശ്രവിക്കണമെന്ന്. കാരണം എന്താണെന്ന് അവിടെ അഹങ്കാരത്തിന് ഒരു സ്ഥാനവുമില്ല. മനസ്സിലായി? ഞാനിപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതല്ല എൻ്റേതായിട്ട് പറയുന്നില്ല. ഒരു സമ്പ്രദായവിത്തായിരിക്കുന്ന ഒരുവൻ എപ്പോഴും വിചാരിക്കുന്നത് ഇത് ശുശ്രുമ തീരാണാം, ഇത് ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ ആചാര്യന്മാരിൽ നിന്ന് കേട്ടിരിക്കുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എപ്രകാരമാണോ ഞാൻ കേട്ടതിൽ നിന്ന് എനിക്കുപകാരമുണ്ടായിരിക്കുന്നത് അതുപോലൊരു ഉപകാരം, അതുപോലൊരു സംതൃപ്തി, അതുപോലൊരു സന്തോഷം നിങ്ങൾക്കും ഉണ്ടാകണമേ എന്നുള്ള ഉദ്ദേശം മാത്രം. വേറെ ഉദ്ദേശമൊന്നും ഇല്ല എന്നർത്ഥം. അത് ഒരു വിധത്തിൽ ഒരു ആചാര്യൻ്റെ കടമയാണ്. ശാസ്ത്രം സേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 പേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആ ആചാര്യൻ്റെ കടമയാണ്. അതുകൊണ്ട് യോഗയുക്തനായിരിക്കുന്ന ഒരുവൻ, കർമ്മയോഗം വാസ്തവത്തിൽ നമ്മുടെ മനസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലുള്ള മനസ്സിൻ്റെ ഒരു രീതിയാണ് ചില വസ്തുക്കളോട് ഇഷ്ടം, ചില വസ്തുക്കളോട് ഇഷ്ടമില്ല. ഇഷ്ടമുള്ളത് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പം, ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ചെയ്യില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ. മിക്കവാറും നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എന്താണോ എനിക്കിഷ്ടം അതെല്ലാം ശാസ്ത്രം നിഷേധിച്ചിരിക്കുക, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണോ എനിക്ക് അനിഷ്ടം അത് തന്നെയാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ചെയ്യാനായിട്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അത് മാത്രം പറയരുത്. വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. മനസ്സിലായി? രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അതൊന്ന് ഇത്രയും തണുപ്പുള്ള സമയത്ത്. ഇവിടെ തണുപ്പെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞു നല്ല തണുപ്പാണ് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാലോ നമുക്കിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത്
പുറമേയുള്ള സാഹചര്യം എന്തായാലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പുറമേയുള്ള സാഹചര്യമെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. എങ്ങനെ ചെയ്യണം? ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യാൻ. ഈശ്വരാർപ്പണ ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഭഗവാൻ എനിക്ക് ഈ ശരീരം തന്നിട്ടുണ്ട്, ഈ ശരീരത്തിൽ കൈകാലുകളുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു, ഈ അവയവങ്ങളെല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുക. ഈശ്വരാർപ്പണ ബുദ്ധിയോട്. എനിക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. ആദ്യമെല്ലാം നമുക്ക് ഇഷ്ടപ്പെടില്ല. കുറേ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാകും. അതുവരെ ചെയ്യാൻ. ഇനി കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർമ്മത്തിന് ഫലമുണ്ട്. ഇവിടെ പരിപൂർണമായിട്ടുള്ള ജ്ഞാനിയല്ല, ഒരു സാധകനാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ കർമ്മം ചെയ്യുന്ന അവസരത്തിൽ അവന് എനിക്ക് ചിത്തശുദ്ധി ഉണ്ടാവണേ, എനിക്ക് ജ്ഞാനം കിട്ടണം, ജ്ഞാനം വേണ്ടതുപോലെ എനിക്ക് നേടാൻ സാധിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അതിലൊരു അഭിരുചി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യേണ്ട കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടുണ്ടാവും. കർമ്മഫലം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കാം, ചിലപ്പോൾ അതിന് വിപരീതമായിരിക്കാം. എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ നമുക്ക് കിട്ടാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ വിപരീതമായിട്ട്. ഇങ്ങനെ 4 വിധത്തിലാണ് കർമ്മത്തിൻ്റെ ഫലം വരുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ, ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ കുറവ്, വിപരീതം. മനസ്സിലായില്ലേ? ഇതാണ് 4 ഏത് കർമ്മം ചെയ്താലും, ലൗകികമായിട്ടുള്ള കർമ്മമായാലും ഇനി അലൗകികമായിട്ടുള്ള കർമ്മമായാലും, കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ കർമ്മത്തിന് ഇങ്ങനെ 4 വിധത്തിലുള്ള ഫലമുണ്ട്. ഈ ഫലങ്ങൾ വരുമ്പോൾ അതിനെ ഈശ്വരപ്രസാദമായിട്ട് സ്വീകരിക്കുക. ഇപ്പോൾ നമ്മുടെ ഭാഗവതത്തിൽ തുടങ്ങുമ്പോൾ തന്നെ കുന്തി ദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് കുറേയും കൂടി ദുഃഖം തരുകയില്ല. ആരെങ്കിലും പ്രാർത്ഥിക്കുക അങ്ങനെ? നമ്മളെല്ലാവരും പറയും സന്തോഷം തരാനാണ് പറയാം. അപ്പം അവിടെയും ദുഃഖം തരാൻ എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദുഃഖം വരുമ്പോഴാണ് എനിക്ക് ഭഗവത് സ്മരണ ചെയ്യാനായിട്ട് സാധിക്കുക. ഭഗവത് സ്മരണയുണ്ടാകുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും. അപ്പോൾ സന്തോഷമാണ് അവിടെയും ലക്ഷ്യം. മനസ്സിലായില്ലേ? അങ്ങനെ ഈശ്വരപ്രസാദമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ മനസ്സിന് വലിയ കോളിളക്കമൊന്നും ഉണ്ടാവില്ല. മനസ്സ് കുറേയെല്ലാം സമമായിരിക്കും, വിഷമമുണ്ടാവില്ല. സമത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിഷമം. എന്നിട്ട് വിഷമമല്ല, വിഷമം. വി വരുമ്പോൾ സ എന്നുള്ളത് ഷ ആയിട്ട് മാറും. മനസ്സിലായി? അത് ഗ്രാമർ റൂളായിട്ട്. അപ്പോൾ വിഷമം ആർക്കും അഭികാമ്യമല്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമാണ്, അല്ലേ? എല്ലാവരും. ഈവൻ ഒരു എറുമ്പ് പോലും അത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം സമം. എനിക്ക് സുഖം വേണം, ഞാൻ സന്തോഷം അനുഭവിക്കണം. എങ്ങനെയുള്ള സന്തോഷം? എപ്പോഴും നിലനിൽക്കുന്ന സന്തോഷം. അങ്ങനെ ഒരു വസ്തു ലോകത്തിലില്ല. അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം അന്വേഷണമെല്ലാം നിർത്തി അവർ കണ്ണടച്ച് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. മനസ്സിലായില്ല? എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ട് ഈ കണ്ണടച്ചിരിക്കുന്നത് ഒരു ആന്തരികമായിട്ടൊരു ലോകമുണ്ട്. ആ ലോകം എന്നുള്ളത് ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിനേക്കാൾ വളരെ അത്ഭുതകരമാണ്. മനസ്സിലായി? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറേയൊക്കെ ചെയ്തു കഴിഞ്ഞ് നമുക്ക് ഈ ഭൗതിക വിഷയങ്ങളോട് കുറേ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മനസ്സ് കുറേയെല്ലാം ശാന്തമാവുന്നതിനെയാണ് അടുത്ത വിശുദ്ധാത്മാ. അപ്പോൾ യോഗയുക്തനായി കഴിഞ്ഞാൽ, കർമ്മയോഗ ബുദ്ധിയോടുകൂടി നമ്മുടെ കർമ്മങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്ത് ഒരു കർമ്മയോഗിയായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിച്ചാൽ, കർമ്മയോഗിയായിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആത്യന്തികമായിരിക്കുന്ന സന്തോഷത്തെ
ആഗ്രഹിക്കുന്നു. ആത്യന്തികമായിരിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നിലനിൽക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മിൽ നിന്ന് പോകുകയില്ല. എന്താ കാരണം? നമ്മുടെ തന്നെ സ്വരൂപമായതുകൊണ്ട് അത് നമ്മിൽ നിന്ന് പോകാൻ ഒരിക്കലും സാധ്യമല്ല. നമുക്ക് നമ്മിൽ നിന്ന് പോകാൻ പറ്റുമോ? ഒരാൾ പറഞ്ഞു വീട്ടിൽ നിറയെ പ്രശ്നമാണ്, അതുകൊണ്ട് ആശ്രമത്തിൽ വന്നിരിക്കുകയെന്ന്. അപ്പോൾ ആശ്രമത്തിൽ വന്നപ്പോൾ ആശ്രമത്തിലും വലിയ പ്രശ്നമാണ്. അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലോ ആശ്രമത്തിലോ അല്ല, സ്വന്തം മനസ്സിലാണ്. എവിടെയെല്ലാം നമ്മൾ ഈ മനസ്സ് കൊണ്ടുപോകുന്നു അവിടെയൊക്കെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ ബാഹ്യമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധ്യമല്ല. അങ്ങനെ കുറേ കാലം ഒരു യോഗയുക്തനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധാന്തക്കരണ, അവൻ്റെ അന്തക്കരണമെല്ലാം മനസ്സും ബുദ്ധിയെല്ലാം വളരെ ശാന്തമാവും. മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും കോളിളക്കം സൃഷ്ടിക്കുന്നില്ല. മനസ്സ് ശാന്തമാകുന്നത് വരെ ഈ ഒരു അഭ്യാസം തുടരണം. സ്വാമിജി, ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് തുടരുകയാണ്, ഇതുവരെ മനസ്സ് ശാന്തമായിട്ടില്ല. ശാന്തമാവുന്നത് വരെ തുടരുക. ചിലപ്പോൾ ഈ ജന്മത്തിൽ സാധിച്ചു എന്ന് വരില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് ക്ഷമ എന്നുള്ളതാണ് ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഗുണം. ക്ഷമയില്ലെങ്കിൽ നമുക്കൊന്നും നേടാനായിട്ട് സാധ്യമല്ല. ക്ഷമാശസ്ത്രം കരേയസ്യ ദുർജനക്കിം കരിഷ്യതി. ക്ഷമയാകുന്ന ശസ്ത്രം, ആയുധം ആരുടെ കയ്യിലാണ് ഉള്ളത് അവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനെ പതിതേ വഹ്നിഹി സ്വയമേവ ഉപശാമ്യതി. ഒരു അഗ്നിനാളം ഉണങ്ങിയ പുല്ലില്ലാത്ത സ്ഥലത്ത് പതിച്ചു കഴിഞ്ഞാൽ സ്വയം കെട്ടടങ്ങുന്നത് പോലെ ക്ഷമയുള്ളവന് എപ്പോഴും വിജയമുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിച്ച് ഈ കർമ്മയോഗത്തെ അവസാനിപ്പിക്കാൻ നോക്കണ്ട. എത്ര കാലം നമ്മൾ ശ്വാസം എടുക്കുന്നുവോ അത്രയും കാലം കർമ്മയോഗിയായിട്ട് ജീവിക്കാം. ഇനി ഞാൻ കുറേ കാലം ഇങ്ങനെ ജീവിച്ചു, എനിക്ക് മടുപ്പ് വന്നു തോന്നുകയാണെങ്കിൽ നമ്മൾ കർമ്മയോഗമല്ല ചെയ്യുന്നത്, മനസ്സിലായത്? അതിൽ നമുക്ക് ഒരു സ്വാദു പതേ എന്ന് പറഞ്ഞ പോലെ ഓരോ കാൽവയ്പ്പിലും ഓരോ ദിവസവും നമുക്ക് കൂടുതൽ സന്തോഷം നമ്മിൽ നിന്ന് തന്നെ ഊറി വരുന്നതായിട്ടൊരു അനുഭവം നമുക്ക് ഉണ്ടാവണം. ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മടുപ്പ് വരില്ല. കുട്ടികൾ കളിക്കുന്നു, എപ്പോഴെങ്കിലും പറയും അയ്യോ നട്ടുച്ചയാണ്, വലിയ സൂര്യപ്രകാശം, സൂര്യാഘാതം, അവർക്കൊന്നും സംഭവിക്കില്ല. കാരണം എന്താ? അവരുടെ മനസ്സ് വളരെ ഊർജ്ജസ്വലമായിരിക്കുകയാണ്. ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവരുടെ മനസ്സും അവരുടെ ഹൃദയവും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ലയിച്ചിരിക്കും. ഇതുപോലെ നമുക്ക് നമ്മുടെ ആധ്യാത്മിക സാധന, ദിവസവും ചെയ്യുന്ന ജപം, ഇതെല്ലാം വളരെ പ്രാഥമികമായിട്ടുള്ള സാധനകളാണ്, മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നും, ചില സാധകന്മാർക്ക് തോന്നും ഇതെല്ലാം വളരെ താഴ്ന്ന നിലയിലുള്ള സാധനയാണല്ലോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ താഴ്ന്ന നിലയിൽ ഉയർന്ന നിലയിൽ അങ്ങനെയൊന്നുമില്ല, മനസ്സിലായി? എന്താണോ ഇപ്പോൾ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഈ ഭക്ഷണം കഴിച്ച് നമ്മൾ മടുക്കാറുണ്ടോ ആരെങ്കിലും? കൂടുതൽ രുചിയുള്ള ഭക്ഷണം കിട്ടാൻ നമ്മൾ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഈ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മുടെ ജീവനുള്ളൊരു ഭക്ഷണമാണ് ആധ്യാത്മിക സാധനകൾ. അത് ദിവസവും ശ്രദ്ധയോടുകൂടി ഒരു നിശ്ചിത സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള ഫലം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, മനസ്സിലായത്? സംശയമുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ സംശയാത്മാ വിനശ്യതി. അതിന് സംശയത്തിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ നിന്നെ വേണ്ടതുപോലെ സംരക്ഷിച്ചു കൊള്ളാം. വേണ്ടതെന്താ? ഞാൻ പറഞ്ഞതെല്ലാം നീ വേണ്ടതുപോലെ ചെയ്യാം. അത് ചെയ്യാതെ ഭഗവാൻ തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ പ്രാഥമികമായിട്ടുള്ള രാവിലെ എഴുന്നേൽക്കുക, കുറച്ച് ജപിക്കുക,
കുറച്ച് നേരം നാമം ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദിവസവും നമ്മുടെ ഒരു ചിട്ടയോടുകൂടി കൊണ്ടുപോകണം. അത് തന്നെ ഒരു കർമ്മയോഗമാണ്. അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഭഗവത് അനുഗ്രഹം ഒഴിച്ച് വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ ഈശ്വരാർപ്പണം അല്ലെങ്കിൽ ഈശ്വര പ്രീത്യർത്ഥം, അല്ലാതെ കുടുംബത്തിലെ കുട്ടികളുടെ കല്യാണ സിദ്ധ്യർത്ഥം അങ്ങ് ഈ അച്ഛനമ്മമാർ പ്രാർത്ഥിച്ച് കുട്ടികളെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ബാക്കിയുള്ള കാലമെല്ലാം ദുരിതമാണ്. മനസ്സിലായില്ല? വിവാഹം നടക്കണമെങ്കിൽ നടക്കട്ടെ, വിവാഹം ആവശ്യമാണ്. വിവാഹം എന്നുള്ളതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിന് ചിലവർക്ക് യോഗമുണ്ടാവും, ചിലവർക്ക് യോഗമുണ്ടാവില്ല. ആ യോഗമില്ലാത്ത ആളെ പിടിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ദുരിതമാണ്, സമൂഹത്തിന് പോലും ദുരിതമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈശ്വരപ്രീത്യർത്ഥം മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഈശ്വരപ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു യോഗിയായി. മനസ്സിലായില്ലേ? യോഗി എന്ന് പറഞ്ഞാൽ തലകുത്തി നിൽക്കുന്ന ആളല്ല യോഗി. ചിലർ വിചാരിക്കും, ഓ ഇങ്ങൊരു ഭയങ്കര യോഗിയാണല്ലോ എന്ന്. ഇത് ഈ ഭയങ്കര യോഗി, ഈ ഭയങ്കരം എന്നുള്ള പ്രയോഗം തന്നെ വലിയ യോഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തലകുത്തി നിന്ന് കഴിഞ്ഞാൽ വലിയ യോഗിയാവില്ല. ചിലപ്പോൾ ധ്യാൻസ്വാമി നമ്മുടെ ഗുരുനാഥൻ പറയാറുണ്ട്, നമ്മൾ രണ്ട് കാലിൽ നിൽക്കുമ്പോൾ ശരിയായിട്ട് ചിന്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം തലകുത്തി നിൽക്കാൻ. ഇനി ശരിയായിട്ട് ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് മിനിമം ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ രക്തപ്രവാഹം നമ്മുടെ തലയിലേക്ക് വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി. എന്താ കാരണം വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ശരിയായിട്ട് രീതിയിൽ ചിന്തിക്കാത്ത ഒരാൾ തലകുത്തി നിന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം 100 മടങ്ങായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് യോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല കൃത്യനിഷ്ഠമായിട്ട് ജീവിക്കുന്ന ഒരുവൻ, ഈശ്വരാർപ്പണമായിട്ട് എനിക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം മുക്തിയാണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരുവൻ യോഗയുക്ത. അങ്ങനെയാണെങ്കിൽ വിശുദ്ധാത്മ, ഒരു പ്രശാന്തമായിരിക്കുന്ന മനസ്സ് നമുക്കുണ്ട്. ശാസ്ത്രം ശ്രവിക്കാനുള്ള ഒരു ആഗ്രഹം ദിനം പ്രതി നമുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കും. കേട്ടത് പോരാ, വീണ്ടും കേൾക്കണം, ഒരു അക്ഷമ. അത് കേൾക്കാനായിട്ട് എന്തൊക്കെ വേണോ, ഇപ്പോൾ പറയാണ് ഈ കാണുന്ന ഇത് ഈ തൊടിയൊക്കെ എല്ലാം വൃത്തിയാക്കിയിട്ട് നീ പോയി കേട്ടോളാൻ പറഞ്ഞു, അത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ അതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്ത് അവന് ശ്രവണത്തിലുള്ള ആഗ്രഹ നിമിത്തം അതിനായിട്ട് പോകും. നമുക്കില്ലാത്ത ഊർജമെല്ലാം എവിടെ നിന്നോ പൊന്തി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ അസാധ്യം സാധ്യമാക്കുന്നതാണ് നമ്മുടെ അതീവ്രമായിരിക്കുന്ന ആഗ്രഹം. അതീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ വിശുദ്ധ ആത്മാ, വിജിതാത്മാ ജിതേന്ദ്രിയ, ഇതെല്ലാം ഉപദേശം. വിജിതാത്മാ, ഈ ശരീരം നമുക്കുണ്ട്. ഈ ശരീരത്തെ വേണ്ടതുപോലെ ഇവിടെ വിജിതാത്മാ എന്നുള്ളത് കൊണ്ട് ശരീരം, ഈ ആത്മാവെന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തെയാണ്. മനസ്സിലായി? ഈ ശരീരത്തെ വേണ്ടതുപോലെ നല്ല പ്രവൃത്തികളിലേക്ക് മാത്രം വിനിയോഗിപ്പിക്കാൻ വിജിതാത്മ. ശരീരത്തിന് പല വിഷയങ്ങളിലേക്കും പോകാനുള്ള ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അതെല്ലാം വിട്ട് ശരീരത്തെ പൂർണ്ണമായിട്ട് ഇതേ വിധത്തിൽ വിജിത ദേഹ എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ ഇവിടെ ഭാഷ്യത്തിൽ പറയുന്നു വിജിത ദേഹ. 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ദേഹം ദേഹി എന്ന് പറയുന്നുണ്ട്. ആരാണ് ദേഹി? ആർക്കാണോ ദേഹമുള്ളത് അവനാണ് ദേഹി. അതുകൊണ്ട് ഈ ശരീരം എന്നുള്ളത് ശരീരത്തിലുള്ള ഞാനെന്നുള്ള ഭാവത്തെ കുറച്ച് കൊണ്ടുവരികയാണ്. ശരീരം നമ്മൾ സൂക്ഷിക്കണം. എന്താണ്? ശരീരം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഭഗവാൻ തന്നിരിക്കുന്ന. അത് വേണ്ടതുപോലെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ശരീരം ഞാനെന്നുള്ള ഭാവം കുറേശ്ശെ കുറച്ച് കൊണ്ടുവരാം. അതിനെയാണ് വിജിതാത്മാ, ദേഹത്തെ ജയിച്ചവൻ. വിജിത ദേഹ,
ദേഹാഭിമാനം കുറച്ച് കൊണ്ടുവരാം. ഇനി ദേഹാഭിമാനം കുറച്ച് കഴിഞ്ഞാൽ കർമാഭിമാനവും കുറയും. ദേഹത്തിലാണ് കർമ്മമുള്ളത് അല്ലേ? ദേഹാഭിമാനം കുറയുന്നതോടുകൂടി കർമ്മത്തിലുള്ള അഭിമാനം, ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ആ ഒരു വിചാരം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം കുറേശ്ശെ കുറഞ്ഞു വരും. അല്ലെങ്കിൽ എന്തുണ്ടാവും? കർമ്മത്തിൽ ഒരു നമുക്ക് കൂടുതൽ ആഗ്രഹമുണ്ടായിക്കഴിഞ്ഞ് ദേഹാഭിമാനം കൂടും. ദേഹാഭിമാനം കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ദുഃഖത്തിലേക്ക് വീഴും. അതുകൊണ്ട് ദേഹത്തിലുള്ള അഭിമാനത്തെ കുറയുന്നതോടുകൂടി തന്നെ കർമാഭിമാനവും കുറയും. ഇനി എന്താ? ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചിരിക്കുന്നവൻ. ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ ഈ ജ്ഞാനത്തിലുള്ള ആഗ്രഹം നിമിത്തം, ജ്ഞാനം നേടണമെന്നുള്ള ആഗ്രഹം നിമിത്തം അവയെ ബലാത്കാരേണ, എന്താ പറയുക, ശമം ദമം എന്നെല്ലാം കേട്ടിരിക്കും ഇല്ലേ? ശമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിയന്ത്രിക്കൽ, ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം. ആ ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ നിയന്ത്രിച്ച് ജീവിക്കുക എന്നർത്ഥം. ജിതേന്ദ്രിയ. ഇനി ഈ ശ്രവണം കൊണ്ട് നമുക്ക് എന്താ നേടേണ്ടത്? ശ്രവണം, നമ്മൾ ദിവസവും ശാസ്ത്രം ശ്രവിക്കുകയാണെങ്കിൽ ശ്രവണം കൊണ്ട് നേടേണ്ട ഫലം എന്താണ് ചോദിച്ചാൽ, ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ശരീരത്തിൽ ഞാൻ, ശരീരത്തെയും എന്നെയും, ഞാനും ശരീരവും വേറെയാണെന്നുള്ളൊരു ധാരണ മനസ്സിലായി. ഈ ശരീരം എൻ്റേതാണ്, പക്ഷെ ഞാൻ ശരീരമല്ല. ഞാൻ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നവനാണ്. ഇത് ആദ്യത്തെ പടിയാണ്. ഇതിനാണ് അനാത്മ വിവേകം, ആത്മാനാത്മ വിവേകം. ഒന്ന് ആത്മാവെന്താണോ, അനാത്മാവെന്താണോ. ഞാൻ ആത്മാവാണ്, ഞാൻ അനാത്മാവല്ല. എന്ത് അനാത്മാവ് എന്ന് പറഞ്ഞാൽ, എന്തിനെല്ലാം മാറ്റമുണ്ടാകുന്നുവോ അതെല്ലാം അനാത്മാവാണ്. എന്തെല്ലാം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നുണ്ടോ അതെല്ലാം അനാത്മാവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ അങ്ങനെ മാറാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരു വിഷയവും ഇല്ല. ഈ ശരീരത്തിന് മാറ്റമുണ്ടോ? ചോദിക്കേണ്ട. ശരീരം ജനിച്ചത് മുതലേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിനോ? മനസ്സിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് തന്നെ നമുക്കറിയില്ല. മനസ്സിലായി? അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സ്. അപ്പോൾ ഈ ശരീരത്തിനോ മനസ്സിനോ വാസ്തവത്തിൽ സത്യത്വം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യ തലത്തിൽ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തനായിരിക്കുന്ന ചൈതന്യമാണ് ഞാനെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശരീരത്തിലുള്ള ഞാനെന്നുള്ള അഭിമാനം അത് ചൈതന്യത്തിലേക്ക് മാറ്റാം. ഞാൻ ചൈതന്യമാണ്, നിത്യശുദ്ധ ബുദ്ധ സ്വരൂപനായിരിക്കും ചൈതന്യമാണ് ഞാനെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിവസവും വിചാരം ചെയ്യേണ്ട ഒന്നാണ്. ഇത് ഒരിക്കൽ കേട്ടു, ശ്രവണം ചെയ്തതിന് ശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കണം. ശ്രവണത്തെ തുടർന്ന് നമ്മൾ മനനം വേണ്ടതുപോലെ ചെയ്യണം. ഞാൻ കേട്ടതെല്ലാം ശരിയാണോ? എൻ്റെ ബുദ്ധിക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? അത് സാധിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയത്തിന് നിവാരണം നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ്. ഭഗവത്ഗീത നോക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണാർജുന സംവാദം, ഭഗവാനും അർജുനനും തമ്മിലുള്ളൊരു സംവാദമാണ് അവിടെ. അപ്പോൾ അതുപോലെ സംശയ നിവാരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് സംശയമുണ്ടെങ്കിൽ കേട്ട കാര്യങ്ങൾ കേൾക്കാത്ത സംശയമുള്ള ജ്ഞാനം ഒരിക്കലും നമുക്ക് ഉപയോഗപ്പെടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഇവിടെ പറയാം, ഈ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ. ആ ചൈതന്യത്തിലേക്ക് ഞാൻ എന്നുള്ള അഹങ്കാരത്തെ കുറേശ്ശെ കൊണ്ടുവരിക. ഇനി ഈ ശരീരത്തിലുള്ള ഞാൻ മാത്രമല്ല, മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചത്തിലുള്ള സകല ശരീരങ്ങളിലുമുള്ള ചൈതന്യം
ഞാനാണ് എന്ന്. അതെങ്ങനെ മനസ്സിലാക്കുക? അതാണ് ഇപ്പോൾ സൂര്യൻ അല്ലെങ്കിൽ ആകാശം, നമ്മളൊരു കുടമുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടത്തിനുള്ളിലുള്ള ആകാശത്തെ നമ്മൾ എന്താ പറയുക? കുടാകാശം, ഘടാകാശം. ഘടം എന്ന് സംസ്കൃതത്തിലാണെങ്കിൽ കുടത്തിനെ ഘടം എന്ന് പറയും, ഘടാകാശം. ഒരു വീടിനുള്ളിലുള്ള ആകാശത്തെ നമ്മൾ എന്ത് പറയും? മഠം. വീടിനെ മഠം എന്ന് പറയും, അപ്പോൾ മഠാകാശം. പിന്നെ വീട്ടിൽ വെളിയിലുള്ള ആകാശത്തെ നമ്മൾ എന്ത് പറയും? മഹാകാശം. അപ്പം ഘടാകാശം, മഠാകാശം, മഹാകാശം എന്ന് ഈ എവിടെ ഏതൊരു ഉപാധിയിൽ ഉപലബ്ധമാകുന്ന ആകാശത്തിനനുസരിച്ച് ആകാശത്തെ വ്യത്യസ്തമായിരിക്കുന്ന പേരുകൾ നമ്മൾ പറയുന്നു. വാസ്തവത്തിൽ ഈ ഘടം ഉടഞ്ഞു കഴിഞ്ഞാൽ ഘടാകാശം മഹാകാശത്തിൽ ലയിച്ചു എന്ന് പറയുന്നു. മഠം നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ മഠാകാശം മഹാകാശത്തിലേക്ക് ലയിച്ചു എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഘടാകാശത്തിനും മഠാകാശത്തിനും മഹാകാശത്തിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ പറയും, മനസ്സിലായില്ലേ? ഇതെല്ലാം പറയാൻ എളുപ്പമാണ്, ഒരു വ്യത്യാസമില്ല. ആരെങ്കിലും നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അപ്പോൾ ഇതുപോലെ ഈ കാണുന്ന ഈ ശരീരം ഘടത്തിൽ ഉപലബ്ധമാകുന്ന ഘടാകാശം പോലെയാണ് നമ്മുടെ ഉള്ളിൽ ഉപലബ്ധമാകുന്ന ചൈതന്യം. ആ ചൈതന്യം ഈ ഉപാധിയുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് നമ്മൾ ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ ആ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യത്തെയാണ്. ചിതാഭാസം എന്നല്ല ടെക്നിക്കലായിട്ട് പറയും, അതൊന്നും വേണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ കുറേ സാങ്കേതികമായിട്ടുള്ള പദങ്ങളിലേക്ക് പോകുന്നില്ല, പല ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഘടത്തിൽ ഉപലബ്ധമാകുന്ന ആകാശം എപ്രകാരമാണോ ഘടമുണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടെയുണ്ട്. ഇനി മാത്രമല്ല, ആ ഘടം ഇരിക്കുന്നത് തന്നെ ആകാശത്തിലാണ്. ഘടത്തിൻ്റെ ഉള്ളിൽ എല്ലാവിടെയും വ്യാപിച്ചിരിക്കുന്നത് ആകാശമാണ്. പക്ഷേ ഈ ഘടമുണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ എന്ത് പറയും? ഈ മഹാകാശത്തിൽ നിന്ന് ഘടാകാശത്തെ മാറ്റി ഇത് വെറും ഒരു ഘടാകാശം മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ഘടം ഉടഞ്ഞു കഴിഞ്ഞാൽ അത് മഹാകാശത്തിലേക്ക് പോയിരുന്നു. ഇതുപോലെ നമ്മുടെ ഈ ശരീരത്തിൽ ഉപലബ്ധമാകുന്ന ആ ചൈതന്യം, ഞാൻ എന്ന് പറയുന്നു. ചൈതന്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ശരീരത്തെ അറിയുന്നത് ആരാണ്? നിങ്ങൾക്ക് ശരീരമുണ്ടോ? നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പറയും ഉണ്ടെന്ന് പറയും. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, എൻ്റെ ചോദ്യം കേൾക്കൂല. അപ്പം അതുപോലെ ഉണർന്നിരിക്കുന്ന ഒരുവനറിയാം ഈ ശരീരം എൻ്റേത് ആണ് എന്നുള്ളത്. അപ്പം എൻ്റെ ശരീരമായിരിക്കുന്നത് ഒരിക്കലും ഞാനല്ല. എന്തിനെയെല്ലാം ഞാനെന്ന് പറയുന്നുവോ, എൻ്റേതെന്ന് പറയും, എൻ്റെ കാറ് എന്ന് പറഞ്ഞ് ഞാനാണോ, എൻ്റെ വീട് എന്ന് പറഞ്ഞ് ഞാനാണോ? അല്ല. ഇനി എൻ്റെ കാറിനോട് എനിക്ക് വലിയൊരു താതാത്മ്യമുണ്ടെങ്കിൽ കാറ് സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ ഞാൻ ആകെ ബേജാറാവും. മനസ്സിലായില്ലേ? ആരെങ്കിലും വന്ന് കാറിനോട് കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ കൊട്ടുന്ന പോലെയായിരിക്കും. ഇനി കാറ് എന്നുള്ളത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാനുള്ള വെറും ഉപകരണം. അതിന് ചില ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കാറ് പുറത്തെടുക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ അടുത്ത് വരും. അദ്ദേഹത്തിന് ബെൻസ് കാറുണ്ട്, മനസ്സിലായി, ഒരിക്കലും പുറത്തെടുക്കില്ല. കാരണം എന്താണ് ചോദിച്ചത്? ബെൻസ് കാറ് വാങ്ങിച്ചിട്ട് ഒരു നാനോ കാർ വാങ്ങിച്ചിരിക്കാൻ പറയും. അത് സഞ്ചരിക്കുന്നതെല്ലാം നാനോ കാറിലാണ്. എന്താ ബെൻസ് കാറിൽ? അയ്യോ ഇവിടെയൊക്കെ തിരക്കാണ്, എനിക്ക് ഇതെല്ലാം മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞ് ബെൻസ് കാർ വാങ്ങിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വിഷയത്തോട് താതാത്മ്യം വന്നു കഴിഞ്ഞാൽ ആ വിഷയം നമ്മെ വരിഞ്ഞു കെട്ടും. വിഷയങ്ങളെല്ലാം
നമ്മെ വരിഞ്ഞു കെട്ടുന്നതാണ്. വിഷയം എന്നുള്ള വാക്കിനർത്ഥം തന്നെ കയറ് എന്നുള്ളൊരർത്ഥമുണ്ട്. അത് നമ്മെ വരിഞ്ഞു കെട്ടുന്നതാണ്. അതുകൊണ്ട് മനസ്സിലാക്കി വിഷയങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൊണ്ടുവരണം. ഇതുപോലെ ഈ എൻ്റേതെന്ന് പറയുന്നതെല്ലാം ഞാനല്ലാത്തതുപോലെ ഈ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം എൻ്റേതാണ്, ഞാൻ അല്ല. ഞാനെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വെറും ഒരു ചൈതന്യം. ഈ ചൈതന്യം ഈ ശരീരത്തിൽ മാത്രമാണോ? അല്ല. 13-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയും, ഞാനാണ് എല്ലാ ശരീരത്തിലും ഉപലബ്ധമാകുന്ന ഞാൻ. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ആ ഒരു വസ്തു ഇവിടെ പറഞ്ഞ ഈ വിചാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തേണ്ടത് സർവഭൂതാത്മ. എന്തിനെത്രയൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ഒരു വാക്ക് വരികയാണ്. നമ്മൾ ശാസ്ത്ര വിചാരം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തലത്തിലേക്ക് പോകുന്നത് ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചൈതന്യമല്ല ഞാൻ, മറിച്ച് എല്ലാ ശരീരത്തിലും ഉപലബ്ധമാകുന്ന ചൈതന്യമാണ് ഞാൻ. ഇവിടെ നാനാത്വം എന്നുള്ളത് ശരീരമെന്നുള്ള തലത്തിലേ ഉള്ളൂ. ചൈതന്യം എന്നുള്ള തലത്തിൽ നാനാത്വം ഇല്ല, ചൈതന്യമേ ഉള്ളൂ. ഇതെങ്ങനെ മനസ്സിലാക്കും നമുക്ക്? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവിടെയും വ്യാപിച്ചിരിക്കുന്നത് ഞാനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങൾ എവിടെയായിരിക്കുന്നത്? ഈ ആശ്രമത്തിൽ ഈ ലെക്ചർ ഹാളിലിരിക്കുന്നു. ഈ ലെക്ചർ ഹാൾ എവിടെയാണ്? ഈ ലെക്ചർ ഹാൾ ഈ ആശ്രമത്തിലാണ്. ഈ ആശ്രമം എവിടെയാണ്? കോഴിക്കോടാണ്. ഈ കോഴിക്കോട് എവിടെയാണ്? കേരളത്തിലാണ്. കേരളം എവിടെയാണ്? ഇന്ത്യ എവിടെയാണ്? ഏഷ്യയിലാണ്. ഏഷ്യ എവിടെയാണ്? ഈ ഭൂമിയിലാണ് അല്ലേ? ഈ ഭൂമി എവിടെയാണ്? സൗരയൂഥത്തിലാണ് അല്ലേ? നമുക്ക് പോവാം, കുറച്ച് വെറുതെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട. ഈ സൗരയൂഥത്തിലാണ് ഈ ഭൂമി ഇരിക്കുന്നത്. ഈ സൗരയൂഥം എവിടെയാണ്? പാൽക്കടലിലാണ്. മിൽക്കി വേ ഗാലക്സി എന്നൊക്കെ പറയും. ഈ ഗാലക്സി എവിടെ ഇരിക്കുന്നു? ഈ പ്രപഞ്ചത്തിലാണ്. ഈ പ്രപഞ്ചം എവിടെയാണ്? ബ്രഹ്മാണ്ടത്തിൽ. ബ്രഹ്മാണ്ടം എവിടെയാണ്? ഈ അനന്തത എവിടെയാ? അങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാവില്ല അല്ലേ? ഈ അനന്തത എൻ്റെ മനസ്സിലാണ്, എൻ്റെ ഉള്ളിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിലാണ് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോധത്തിലാണ് എല്ലാം. എന്തൊക്കെ നമുക്ക് ചിന്തിക്കാമോ അതെല്ലാം നമ്മുടെ ബോധത്തില്ല. ബോധത്തിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ബോധത്തിൽ, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ബോധത്തിൽ. മനസ്സിലായില്ലേ? ഇത് ഇവിടെയുള്ളത് അവിടെയുള്ളത് വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവിടെയും നിറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചൈതന്യമാണ്. എല്ലാ ഭൂതങ്ങളുടെയും ബ്രഹ്മാദി പിപീലികാന്ത തനുഷ പ്രോതാജഗത് സാക്ഷിണ. മനീഷാ പഞ്ചകത്തിലും ആചാര്യസ്വാമികൾ പറയും, ഒരു എറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള ശരീരങ്ങളിലെല്ലാം ഓതപ്രോതമായിരിക്കുന്നത് ഈ ചൈതന്യമാണ് എന്ന്. അത് നിരന്തരം വിചാരം ചെയ്തങ്ങൾ ഉറപ്പിക്കണം. സർവഭൂതാത്മ, എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്നവനാണ് ഞാൻ. ഇതാണ് വിചാരം ചെയ്ത് നമ്മൾ എത്തിച്ചേരേണ്ട തലം. അപ്പോൾ ആദ്യത്തെ തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരീരം എന്നുള്ളതുണ്ട്, അല്ലെങ്കിൽ ചൈതന്യമുണ്ട്. ശരീരത്തെയും ചൈതന്യത്തെയും വേർതിരിച്ച് ചൈതന്യമാണ് ഞാനെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ എന്നുള്ള തലം ഈ ശരീരത്തിൽ നിന്ന് മാറ്റി ചൈതന്യത്തിലേക്ക് വരും. അത് രണ്ടാമത്തെ തലം. മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭൂതങ്ങളുടെയും
അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ, എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരോട് ദേഷ്യം? ഇവിടെ കാമക്രോധാദികൾക്കൊന്നും തന്നെ ഒരു സ്ഥാനവുമില്ല. ഒരു ഉപനിഷത്തിൽ പറയും, എത്ര വിശ്വം ഭവത്യേകനീഢം. നാരായണ ഉപനിഷത്ത് എന്ന് പറഞ്ഞ് മഹാനാരായണ ഉപനിഷത്തിൽ പറയണ്ട, എത്ര വിശ്വം ഭവത്യേകനീഢം. നീഢം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട് കണ്ടിട്ടുണ്ടായിരിക്കും, ചെറുത്. ആ പക്ഷിക്കൂട്ടിൽ ചിലപ്പോൾ 4 or 5 പക്ഷി കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും. ഇവരെല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി ഒരു പക്ഷിക്കൂട്ടിൽ ജീവിക്കും. അതുപോലെ എന്നാണോ ഈ വിശ്വം മുഴുവനും ഒരു പക്ഷിക്കൂടാകുന്നത് എന്ന് ആർക്കും ആരോടും ഒരു വിധത്തിലുള്ള ദേഷ്യമോ വിദ്വേഷമോ ഇല്ലാതെ സഹവർത്തിത്വത്തോടുകൂടി എപ്പോൾ ജീവിക്കുന്നുവോ അതാണ് നമ്മുടെ ലക്ഷ്യം. അത് വേറൊന്ന്, വസുധ, അവിടെ വസുധയുള്ളൂ, മനസ്സിലായി? അതുകൊണ്ട് ഞാൻ ഈ ശ്ലോകം തന്നെ കോട്ട് ചെയ്യാൻ കാരണം, മനസ്സിലായില്ലേ? ഇവിടെ വിശ്വം എന്ന് പറഞ്ഞാൽ ഹോൾ യൂണിവേഴ്സ്, മനസ്സിലായി? ഈ പ്രപഞ്ചം മുഴുവനും എപ്പോഴാണോ ഒരു പക്ഷി, അങ്ങനെയാണ് വാസ്തവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെല്ലാത്തിനും ഒരു നിയതിയുണ്ട്. ആ നിയതിക്കനുസരിച്ചാണ് എല്ലാം പോകുന്നത്. ആ നിയതി ഇട്ട് കഴിഞ്ഞാൽ ആകെ ഒരു കൊളീഷനായിരിക്കും, എല്ലാം അപ്പടി കൂട്ടിയടിയായിരിക്കും, മനസ്സിലായി? ഒരു നിയന്ത്രണമില്ലാത്ത, അപ്പം അതൊന്നുമില്ലാതെ ഇവിടെ പോകുന്നത് കൊണ്ട് ആ ഒരു നിയന്താവും. ഇപ്പോൾ സർവഭൂതാത്മ. അപ്പോൾ ഈ ശരീരമെന്നുള്ളൊരു പരിച്ഛിന്നത്വം എനിക്കില്ല. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന് മനസ്സിലാക്കി. ഇതാണ് ലക്ഷ്യം, മനസ്സിലായില്ലേ? ഇതാണ് നമ്മളുടെ ഈ ഒരു അറിവാണ് നമ്മളുടെ ലക്ഷ്യം. അവിടെ ആ ലക്ഷ്യം, ഈ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനോടും ഒരു താല്പര്യമില്ല. എല്ലാം താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ, രണ്ടുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിനോട് താല്പര്യം തോന്നുള്ളൂ, അല്ലേ? ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൂർണ്ണം. ഇതാണ് മറ്റൊരു വാക്ക്, നമ്മുടെ ഋഷീശ്വരന്മാർ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് പൂർണ്ണം. എല്ലാവരുടെയും നിറഞ്ഞിരിക്കുന്ന, ഒരു വിധത്തിലും ഒരു ഏറ്റക്കുറച്ചിലുകളില്ലാതെ സമമായിട്ട് എല്ലാവരുടെയും വ്യാപിച്ചിരിക്കുന്ന ഈ ചൈതന്യമാണ് ഞാൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം കർമ്മയോഗി ശ്രവണമനന നിധിധ്യാസനങ്ങളിൽ കൂടി ഈ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തനായിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന് മനസ്സിലാക്കി, ഈ ശരീരത്തിൽ ഉപലബ്ധമാകുന്ന അതേ ചൈതന്യമാണ് എല്ലാ ഭൂതങ്ങളിലും ഉൾക്കൊള്ളുന്ന ചൈതന്യമെന്ന് മനസ്സിലാക്കി, ഈ ചൈതന്യം മാത്രമേ ഇവിടെ ഉള്ളൂ, 2 എന്നുള്ളത് വെറും തോന്നൽ എന്ന് മനസ്സിലാക്കി ഇവിടെ സുഖമായിട്ട് ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കുണ്ടാവില്ല, ചിലർ പറയും വലിയ കടമാണ്, വീട്ടിൽ വലിയ പ്രശ്നമാണ്, ഒക്കെ താൽക്കാലികമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു നാടകം, അവതാര നാടകം അവിരാമം തുടരുന്നു, അരങ്ങുകൾ മാത്രം മാറുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇതിങ്ങനെ ഈ ജന്മത്തിൽ ഞാനൊരു പണക്കാരനായിരിക്കാം, ഈ പണക്കാരൊക്കെ അടുത്ത ജന്മത്തിൽ വരും, നമ്മുടെ അടുത്ത് ഇങ്ങനെ യാചിച്ചുകൊണ്ട് ഇങ്ങനെ നാടകം ഇങ്ങനെ മാറി മാറി വരും. ഇതിലൊന്നും ഭ്രമിച്ചിരിക്കാതെ ഈ വസ്തുത വേണ്ടതുപോലെ മനസ്സിലാക്കി മനസ്സിനെ ശാന്തമാക്കിക്കൊള്ളണം. ഈ നിമിഷം നമ്മുടെ മനസ്സ് ശാന്തമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഈ ഒരു സത്യവസ്തുവിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അല്ലാതെ നമുക്ക് എന്തുണ്ട് എന്നുള്ളതിലല്ല അഭിമാനം, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുന്നതിലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രസക്തി എന്നുള്ളത്. അപ്പോൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ
ഞാൻ എന്നുള്ള സത്യവസ്തുവിൽ ഉറച്ചിരിക്കാനായിട്ട് നമുക്ക് തോന്നും. ഇനി അങ്ങനെ ഉറച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ ഗുണം? സംതൃപ്തി. ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സൊരിക്കലും പോകില്ല. നമ്മൾ തന്നെ ഇങ്ങനെ അമർന്നിരിക്കാനായിട്ട് നമുക്ക് യാതൊരു വിഷമവുമില്ല. ഒരിക്കലും നമ്മൾക്ക് ഞാൻ ആർക്കും അല്ലാതെ ഒരു ഏകാന്തത എന്നുള്ളതില്ല, ഒരു പൂർണ്ണത അനുഭവപ്പെടും. ബോറടിയില്ല. ബോറടി വരുന്നത് എപ്പോഴാണ്? ഈ വിഷയങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതിരിക്കുമ്പോഴാണ് ബോറടി വരുന്നത്. ജീവിതം ഒരു ആകെ ബോറടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. മനസ്സിലായില്ലേ? ആഗ്രഹങ്ങളില്ലാത്ത ആളില്ല. രണ്ട് തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടെന്നാ പറയുന്നു. ഒരാഗ്രഹം നമ്മൾ നിറവേറ്റിയാലും നിറവേറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിറവേറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളെയാണ് നമ്മൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യേണ്ടത്. ഈ ശ്രവണ മനനാദികളിൽ കൂടി സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്തെ, നിശ്ചലതത്വേ. അപ്പം ഈ നിശ്ചലമായിരിക്കുന്ന എവിടേക്കും ഒരു അനക്കവുമില്ലാതെ എല്ലാവിടെയും പരിപൂർണമായിരിക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിയുക. അറിഞ്ഞ് അതാണ് ഞാൻ എന്നുള്ള ബോധമാണ് എല്ലാവർക്കും വേണ്ടത്. അതാണ് സർവഭൂതാത്മ. അതാണ് നിശ്ചലത. കുർവൻ അപി ന ലിപ്യത്തെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുർവൻ. അവൻ കർമ്മം ചെയ്ത് കൊണ്ടിരിക്കുന്നവനാണെങ്കിലും, ശരീരം കൊണ്ട് പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ കർമ്മങ്ങളുടെ ഫലങ്ങളൊന്നും അവനെ ബാധിക്കുന്നില്ല എന്ന്. കുർവൻ അപി ന ലിപ്യത. സാധാരണ അഹങ്കാരത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമെല്ലാം കർത്താവിലേക്ക് വന്ന് ചേരും. അഹങ്കാരം ഞാൻ ചെയ്യുന്നു എന്നുള്ള ധാരണയോടുകൂടി. ഞാനോട് ശരീരം ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വെറും ഒരു സാക്ഷിയായിട്ടിരിക്കുന്നു, എനിക്ക് കർമ്മത്തിൽ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, ശരീരത്തിൻ്റെ പ്രാരബ്ധവശാൽ ശരീരം പലവിധത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ധാരണയോടുകൂടി ആരാണോ കർമ്മം ചെയ്യുന്നത് അവനെ ഈ കർമ്മമൊന്നും ബാധിക്കുന്നില്ല എന്ന്. ഇത് പറയാൻ എളുപ്പമാണ്. ശരീരം ചെയ്യുന്നു, ഇത് ഇങ്ങനെ നമ്മൾ ദിവസം വിചാരം ചെയ്താൽ മാത്രമേ തുറയൂ. നിങ്ങൾ ഒരു വർഷത്തിൽ 1-2 ആഴ്ച വന്ന് ഇത് കേട്ടതുകൊണ്ട് യാതൊരു ഫലമുണ്ടാവും, കേട്ടതുകൊണ്ടുള്ള ഫലമുണ്ടാവും. പക്ഷേ അതിനെ തീവ്രമാക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള ശ്രവണം ആവശ്യം. ശ്രവണത്തെ തുടർന്ന് മനനവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രവണം കൊണ്ട് നമുക്ക് കുറേയൊക്കെ കിട്ടും. ഇനി അതിലുള്ള സംശയമെല്ലാം നിവാരണം ചെയ്യണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട്, ഇപ്പം ഞാൻ പറയും, സർവഭൂതാത്മ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് വരും. എങ്ങനെ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ ബോധത്തിലാണ് എന്ന് പറയുമ്പോൾ ബോധം എന്നുള്ളത് എൻ്റെ മനസ്സിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രപഞ്ചം എങ്ങനെയാണ് എൻ്റെ ബോധത്തിൽ വരിക? അപ്പോൾ ഈ ശരീരം എന്നുള്ള ഒരു ഉപാധി വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ശരീരം പോലും എൻ്റെ ബോധത്തിലാണ്, അല്ലേ? ശരീരം എന്നുള്ളത് പോലും എൻ്റെ ബോധത്തിലാണ്. അപ്പോൾ ഈ ബോധത്തിന് ഒരു വിധത്തിലും ലിമിറ്റേഷൻ, അത് അനന്തമാണ്. എല്ലാവരുടെയും നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റും ബോധത്തിന് അപ്പുറത്ത് എന്തായാലും ഒന്നുമില്ല. ബോധമാണ് ലാസ്റ്റ്. അത് മാത്രമാണ് സ്വയം ജ്യോതി എന്നൊക്കെയാണ് ഉപനിഷത്തിൽ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഞാനിവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആ ബോധം
എപ്പോഴും ബോധസ്വരൂപമായിട്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളെ അറിയുന്നുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം യോജിപ്പിക്കുന്ന മനസ്സുണ്ട്, മനസ്സിനെ പ്രകാശിപ്പിക്കുന്നൊരു ബുദ്ധിയുണ്ട്, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നൊരു അഹങ്കാരമുണ്ട്, അതിനെയും പ്രകാശിപ്പിക്കുന്ന ഞാൻ എന്നുള്ളൊരു പൊരുളുണ്ട്. ആ പൊരുളിനെ പ്രകാശിപ്പിക്കാനായിട്ട് മറ്റൊരു ഞാനിൻ്റെ ആവശ്യമില്ല. അത് സ്വയം ജ്യോതിയാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വയം അറിയുന്നതാണ്. ഒരു ദീപം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ദീപം കൊണ്ട് നമുക്ക് ഈ മുറിയിലുള്ള അല്ലെങ്കിൽ ഈ ഹാളിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും നമുക്കറിയാനായിട്ട് സാധിക്കുന്നു. അതേ സമയത്ത് തന്നെ ആ ദീപം ദീപത്തെയും വെളിപ്പെടുത്തുന്നു എന്നുള്ളത്. ഇതുപോലെ നാം പറയുന്ന ഈ ബോധം ഇത് എപ്പോഴും സദാസമയം പ്രകാശിച്ചുകൊണ്ട് അതിന് ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധ്യമല്ല. നിശ്ചലമായിട്ടുള്ള തത്വമാണ്. എല്ലാവിടെയും നിറഞ്ഞിരിക്കുന്ന വസ്തുവിനെ എവിടെ പോകാൻ പറ്റുക? ഇപ്പം ആകാശം പറയാണ്, ഈ കൊളത്തൂർ നിന്നിട്ട് കുറേ ഞാൻ മടുത്തു, ഞാൻ കൊളത്തൂർ നിന്ന് ഞാൻ ഡൽഹിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമില്ല. എന്താ കാരണം? ഡൽഹിയിൽ തന്നെ ഓൾറെഡി അതുണ്ട്, മനസ്സിലായില്ലേ? എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ ഉണ്ടെന്ന് പറയും. അതുപോലെ ഇവിടെയും ഈ ചൈതന്യത്തിന് എവിടെയും സഞ്ചരിക്കാൻ സാധ്യമല്ല. പക്ഷേ ആ ചൈതന്യം ഈ ശരീരത്തിൽ മാത്രമാണെന്നുള്ള അഹങ്കാരം വരുമ്പോൾ ആ ചൈതന്യത്തിന് കൊടുക്കുന്നൊരു പേരാണ് ജീവൻ. മനസ്സിലായി? ആ ജീവൻ ഒരിക്കലും ഒരാൾക്കും ഒരു പരിച്ഛിന്നത്വത്തിൽ ലിമിറ്റേഷൻ, ഞാൻ ഒരു ശരീരം മാത്രമാണെന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കാൻ ആർക്കും സാധ്യമല്ല. എന്താ? ശരീരത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഈ പോരായ്മകളെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുമോ? ഒരു ആൾ വിചാരിച്ചു, എനിക്ക് തലമുടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ സന്തോഷം ഉണ്ടാവും. തലമുടി വന്നു കഴിഞ്ഞാൽ അത് പോരാ, എനിക്ക് വേറെ ഒന്നും കൂടി വേണം. വേറൊന്നും, ഈ വേണം എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധ്യമല്ല. വേണമെന്നുള്ള ആഗ്രഹം ഇല്ലാതാവണമെങ്കിൽ എൻ്റെ അനന്തത്വത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഒന്നും നേടാനായിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. ഞാൻ എപ്പോഴും പൂർണ്ണനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. അപ്പം അതുപോലെ കുർവൻ, അപ്പോൾ ഈ ഒരു അറിവോടുകൂടി എല്ലാവരുടെയും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഞാനെന്നുള്ള അറിവോടുകൂടി ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ അവനെ ബാധിക്കുകയില്ല എന്ന്. ഇനിയിവിടെ ചിലർ എനിക്ക് ആത്മജ്ഞാനമുണ്ട്, എനിക്ക് എന്തും ചെയ്യാമോ എന്ന് ചോദിക്കും ആൾക്കാർ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ആധ്യാത്മിക ജ്ഞാനം വളരെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏറ്റവും പറ്റിയൊരു ഗുണമാണ്. എന്താ ചെയ്യണം? ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ശരീരമാണ് ചെയ്യുന്നത് പറയും. എനിക്കതിലൊന്നും യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ശരീരമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റേതായിട്ടുള്ള ചില ലിമിറ്റേഷൻ ഉണ്ട്. ആ ശരീരത്തിൽ തൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നിറവേറ്റാനായിട്ട് ഈ ഒരു ജ്ഞാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിയ ഒരു ദുരന്തമായിരിക്കും. മനസ്സിലായില്ല? ഈ ആത്മജ്ഞാനിയായിരിക്കുന്നവൻ കർമ്മം ചെയ്യുന്നത് ലോകസംഗ്രഹാർത്ഥം എന്ന് പറഞ്ഞു, ലോകത്തിൻ്റെ നന്മയ്ക്ക്. ഞാൻ ഓൾറെഡി ആ ഒരു പരമതത്വത്തെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ തന്നെ പറയും, ശാന്താ മഹാന്തോ നിവസന്തി സന്തഃ വസന്തവല്ലോകഹിതം ചരന്തഃ തീർണാ സ്വയം ഭീമഭവാർണവം ജനാൻ അഹേതുനാന്യാനപി താരയന്തഃ. ഈ ഒരു തത്വം മനസ്സിലാക്കിയിരിക്കുന്ന മഹാത്മാക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അവരെങ്ങനെ ജീവിക്കുന്നു? വസന്ത ഋതുക്കളെ പോലെ ജീവിക്കുന്നു. വസന്ത ഋതുവിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വസന്തത്തിലാണ് എല്ലാ പുഷ്പങ്ങളും പുഷ്പിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള സുഗന്ധം അത് തൻ്റെ 4 പുറത്തേക്കുമുള്ള ജീവികൾക്ക്
ഒരു വിധത്തിലുള്ള ലോഭവുമില്ലാതെ സുലഭമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക വസന്ത ഋതു. അതാരായാലും വേണ്ടില്ല. അതുപോലെയാണ് ജ്ഞാനിയായിരിക്കുക. തൻ്റെ ചുറ്റുമുള്ളവർ, അവൻ കള്ളനായിരിക്കാം, കൊള്ളക്കാരനായിരിക്കാം, സാധുവായിരിക്കാം, അസാധുവായിരിക്കാം, എങ്ങനെയുള്ളവനായാലും തൻ്റെ ചുറ്റുമുള്ളവർക്ക് ഇങ്ങനെ പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വസന്തവല്ലോക. കാരണം എന്താ? തീർണാസ്വയം. ഈ ഭീമമായിരിക്കുന്ന സംസാര സമുദ്രം സ്വയം തീർണ, അവൻ അതിനെ കടന്നിരിക്കുന്നു. ഇനി കടന്നിരിക്കുന്നത് കൊണ്ട് എങ്ങനെയുള്ളവരാണ് അക്കരെ ഇരിക്കുന്നവരെന്നുള്ളത് അറിയാം. അവർ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ബുദ്ധിമുട്ടിന് കാരണം ഈ ആത്മജ്ഞാനമില്ലാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അല്ലേ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താ? ഞാൻ ശരീരമാണെന്നുള്ള ബുദ്ധി. ശരീരം എന്നുള്ള ബുദ്ധി വരുമ്പോൾ മറ്റുള്ള വിഷയങ്ങളോടുള്ള അടുപ്പം വരും. അതിനോട് ആ വിഷയങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് പോലെ ആയിരിക്കും. ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കുന്നതായിട്ടെടുക്കും. അതുകൊണ്ട് ശരീരത്തെ നമുക്ക് ശാശ്വതമായിട്ട് നിലനിർത്താനായിട്ട് പറ്റുമോ? സാധിക്കില്ല. മാക്സിമം ഏറ്റവും കൂടുതൽ ഈ ശരീരം നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. ഇപ്പോൾ 128 വയസ്സുള്ള ആളാണെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു യോഗി, ശിവാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു യോഗിയുണ്ട്. അദ്ദേഹമാണ് 128 വയസ്സെന്നാണ് പറയേണ്ടത്. ആ 128 വയസ്സൊക്കെ ആർക്ക് ജീവിക്കണോ? ഇവിടെ ആർക്കെങ്കിലും ജീവിക്കണോ 128 വയസ്സ് വരെ? ഇപ്പം തന്നെ മതിയെന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ 128 വയസ്സോ 200 വയസ്സോ ജീവിക്കുക എന്നുള്ളതിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ശങ്കരാചാര്യ 32 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. വിവേകാനന്ദ സ്വാമികൾ 39 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അപ്പോൾ മഹാത്മാക്കളെല്ലാം അവർ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് പോയി. അപ്പോൾ കുറേ കാലം ജീവിക്കുക എന്നുള്ളതല്ല, എപ്രകാരം ജീവിക്കണമെന്നുള്ളത് മനസ്സിലാക്കി അപ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാകും. അപ്പോൾ ഈ മഹാത്മാക്കളെ ഇത് അവർ കടന്നു, സ്വയം കടന്നു, മറ്റുള്ളവരെ ഇത് കടക്കാനായിട്ട് ഇങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ കടക്കാനായിട്ട് സഹായിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അഹേതുന അന്യാൻ അപിതാരയന്തഃ. ഒന്നുമേ പ്രതീക്ഷിക്കുന്നില്ല. ഈ ചെയ്യേണ്ടത് എൻ്റെ കടമ, ഞാൻ എന്തായാലും നേടിയിരിക്കുന്നു, മറ്റുള്ളവർക്കും ഇത് നേടാനായിട്ട് എത്ര കാലം ഞാൻ ഈ ശരീരത്തോടു കൂടി ജീവിക്കുന്നുവോ അത്രയും കാലം അതിന് പ്രയത്നിച്ചുകൊണ്ട് ജീവിക്കാം എന്നുള്ളത്. അതിൽ കവിഞ്ഞ് വേറെ ഒരു ലക്ഷ്യവും ഇല്ല എന്നുള്ളത്. അതാണ് ഇവിടെ കുർവൻ അപി ന ലിപ്യതേ. അപ്പോൾ ഇങ്ങനെ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാതെ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരം ചെയ്യണം. എത്ര കാലം വിചാരം ചെയ്യണം? എവിടെ? ഇവിടെ പറയുന്നത് ഉറങ്ങുന്നത് വരെ എന്ന് പറഞ്ഞിരിക്കുക. മനസ്സിലായില്ലേ? അല്ല, അങ്ങനെയല്ല, ഉറങ്ങുന്നത് വരെ. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ വിചാരം ചെയ്യണ്ട. ഓക്കെ. ഇനി ആസുപ്തേഹേ ആമൃതേ കാലം നയേത് വേദാന്ത ചിന്തനാണ്. ആസുപ്തേഹേ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നത് വരെ, ആമൃതേഹേ അവസാനത്തെ ശ്വാസമെടുക്കുന്നത് വരെ ഇതങ്ങട് വിചാരം ചെയ്തോളണം. അവസാനം ശ്വാസം എടുത്തു കഴിഞ്ഞാലോ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനത്തെ ശ്വാസം എടുക്കുന്നത് വരെ ഇതിങ്ങനെ നിരന്തരമായിട്ട് ആസുപ്തേഹേ ആമൃതേ കാലം നയേത് വേദാന്ത ചിന്തന. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ കുറേ കാലം നമ്മൾ വിചാരം ചെയ്യുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്ന ചൈതന്യമാണ് ഞാനെന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ബോധ്യം വരും. എന്താ പറയുക? ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മ അമൃതാത്. എങ്ങനെയാണോ ഫലങ്ങളെല്ലാം പാകം വരുമ്പോൾ ആ വൃക്ഷത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് അടർന്നു വീഴുന്നത്, നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല. വൃക്ഷത്തിൽ നിന്ന് സ്വയം അത് പാകപ്പെട്ട് വൃക്ഷത്തിൽ നിന്ന് അടർന്നു വീണ് കഴിഞ്ഞാൽ അതിന് വലിയ സ്വാദുണ്ടാവും.
അതുപോലെ നമ്മളും പഴുക്കണം. മനസ്സിലായില്ലേ? ഇതിങ്ങനെ വിചാരം ചെയ്ത് നമുക്കൊരു തൃപ്തിയും നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തിയുമെല്ലാം വരുമ്പോൾ നമ്മൾ പഴുത്ത് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് അടർന്നു വീഴും. എല്ലാ അറ്റാച്ച്മെൻറ്റും സ്വാഭാവിക ഉർവാരുകം ഇവ ബന്ധനാത്. നമ്മൾ പ്രയത്നിക്കുന്നില്ല, നമ്മൾ നിർബന്ധിച്ചതിനെ മുറിക്കുന്നില്ല, അത് സ്വാഭാവികമായിട്ട് നമ്മിൽ നിന്ന് അങ്ങോട്ട് പോകുമെന്ന്. അതുവരെ നിരന്തരമായിട്ടുള്ള വിചാരം തന്നെ ചെയ്യും. നമുക്ക് എത്ര മണി വരെ ഇവിടെ വിചാരം ചെയ്യാൻ കഴിഞ്ഞോ? 11:30? ഓ, അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള വിചാരം തന്നെ വേണം. അല്ലെങ്കിൽ കുറുക്ക് വഴിയൊന്നുമേ ഇല്ല. ഇനി ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ എന്തെങ്കിലും സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറുക്ക് വഴിയുമില്ല. നമ്മൾ സ്വയം തന്നെ പ്രയത്നിച്ച് നേടേണ്ട ഒന്നാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങളെല്ലാം അടുത്ത ആൾ വിവരിക്കും. ഓക്കെ. ഓ